ഇപ്പോൾ നമ്മൾ പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പഴയങ്ങാടിയിൽ പാചകവാതക ടാങ്കർ ലോറി മറിഞ്ഞിട്ടുണ്ട്. വാതക ചോർച്ച ഇല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. മംഗലാപുരത്ത് നിന്നും വരികയായിരുന്ന ടാങ്കറാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. 3 വാഹനങ്ങൾ ഇടിച്ചാണ് ടാങ്കർ മറിഞ്ഞത്. പഴയങ്ങാടി വഴിയുള്ള ഗതാഗതം ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ടാങ്കർ ലോറി എങ്ങനെയാണ് മറിഞ്ഞത് എന്ന വിവരം നമുക്ക് അർജുൻ കല്യാടിനോട് ചോദിക്കാം. അർജുൻ കല്യാട് ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ വലിയൊരു ആശങ്ക ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാചകവാതക ടാങ്കർ എപ്പോഴാണ് മറിഞ്ഞത്? വാതക ചോർച്ച ഇല്ല എന്ന് ഉറപ്പാക്കിയത് എപ്പോഴാണ്? ഇപ്പോൾ അവിടെ ഗതാഗതം എങ്ങനെയാണ്? അരുൺകുമാർ, എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം വാതക ചോർച്ചയില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ അപകടം നടന്നത്. പഴയങ്ങാടിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്കുള്ള, അതായത് മംഗലാപുരത്ത് നിന്നും പ്രധാനമായും ചരക്ക് വാഹനങ്ങളെല്ലാം ഇതുവഴിയാണ് കടന്നു പോകാറുള്ളത്. എവിടെയാണ് അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആശ്വാസകരം, അല്ലെങ്കിൽ ആശങ്കയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വാതക ചോർച്ചയില്ല. ഇനി മംഗലാപുരത്ത് നിന്നുള്ള ഈ വിദഗ്ധ സംഘം ഇവിടെ എത്തിയതിനു ശേഷം, ഇവിടെ റീഫില്ലിംഗ് ജോലികൾ നടത്തിയതിനു ശേഷം മാത്രമേ വാഹനം മാറ്റാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള കാര്യമാണ് ഇതിൽ ബാക്കിയുള്ളത്. എന്തായാലും ഇന്നലെ പുലർച്ചെ 2 മണിയോട് കൂടിയാണ് അപകടം നടക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഈ വാഹനം, ഈ ടാങ്കർ പാചകവാതകവും കയറ്റി വന്നിട്ടുള്ള വാഹനം ഇതുപോലെ 2ഓളം തന്നെ 3 വാഹനങ്ങളിൽ ഇടിച്ചതിന് ശേഷമാണ് അപകടം സംഭവിച്ചത്. ഇത് എയർപോർട്ടിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ഇത്തരത്തിൽ വാഹനം വന്ന് ഈ കാറിനകത്തേക്ക് ഇടിക്കുകയായിരുന്നു. മറ്റൊരു ടെമ്പോ ട്രാവലറും കൂടി ഉണ്ടായിരുന്നു. അത് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. എന്തായാലും അപകടങ്ങൾ, അല്ലെങ്കിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഈ പാചകവാതക ടാങ്കറിൽ ചോർച്ചയില്ല എന്നുള്ളത് തന്നെയാണ്. അത് വലിയ രീതിയിൽ ആശ്വാസവുമാണ്. അതിൽ ഒരു കാറ് തലമുടി നാലിലേക്കാണ് ആ ബുള്ളറ്റിന്റെ അടിയിൽ വീഴാതെ രക്ഷപ്പെട്ടിരിക്കുന്നത്. അതിലെ യാത്രക്കാർക്ക് പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? അരുൺകുമാർ, അതായത് 8ഓളം പേർക്കാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പരിക്കേറ്റത്. ഈ വാഹനങ്ങളിൽ യാത്ര ചെയ്തിരുന്നത്, അതായത് ഈ കാറിലും അതുപോലെ തന്നെ ടെമ്പോ ട്രാവലറിലുമായി യാത്ര ചെയ്തിരുന്ന 8ഓളം പേർക്കാണ് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അത് നിസ്സാരമായിട്ടുള്ള പരിക്കാണ്, കാര്യമായിട്ടുള്ള പരിക്കല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തലനാരിഴയ്ക്ക് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതിൽ ഈ വാഹനത്തിൽ യാത്ര ചെയ്തവർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കാതെ നിസ്സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത്. എന്തായാലും ഇവിടെ നിന്നുള്ള ഈ ടാങ്കർ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്കായി മംഗലാപുരത്തു നിന്നുള്ള വിദഗ്ധ സംഘം ഇവിടത്തേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയോട് കൂടിയായിരിക്കും ഇതിൻ്റെ ജോലികൾ, ഈ റീഫില്ലിംഗ് ജോലികളെല്ലാം നടത്തി ഇവിടെ നിന്ന് വാഹനം മാറ്റുന്ന ഒരു നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. നാട്ടുകാരായിട്ടുള്ളവരുമെല്ലാം നമുക്ക് നേടാവുന്നതാണ്. എപ്പോഴേക്ക് മാറ്റാൻ സാധിക്കുമെന്നാണ് അറിയേണ്ടത്. ഗതാഗതം എപ്പോഴേക്ക് പുനഃസ്ഥാപിക്കുമെന്നതാണ് യാത്രക്കാർ. രാത്രി 1:30 മണിക്കാണ്. രാത്രി 1:30 മണിയോടുകൂടി ഭയങ്കര ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഉറക്കെഴുന്നേറ്റിട്ട് ഓടി വന്നത്. അപ്പോഴേക്കും ഈ ട്രാവലറിൽ നിന്ന് ചില്ലൊക്കെ പൊളിച്ചുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അവർ തന്നെ പുറത്തേക്ക് ഇറക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 1-2 കാറിൽ അവരെ ഇവിടെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വലിയ പരിക്കില്ല എന്നാണ് അറിഞ്ഞത്. പിന്നെ കുറച്ച് സമയം സ്ത്രീകളെയും കുട്ടികളൊക്കെ നമ്മുടെ തൊട്ടടുത്ത അപ്പുറത്തെ വീട്ടിൽ അവർ കുറച്ച് സമയം നിന്നിരുന്നു. അപ്പോൾ അവർ കോഴിക്കോട് നിന്ന് കാഞ്ഞങ്ങാടേക്ക് പോകുന്ന ഒരു ടീമായിരുന്നു. കോഴിക്കോട് നിന്ന് കാഞ്ഞങ്ങാടേക്ക്. അപ്പോൾ കൂടുതലും സ്ത്രീകളും കുട്ടികളും അതിൽ ഉണ്ടായിരുന്നു. വലിയ പരിക്കില്ല, ആർക്കും വലിയ പരിക്കില്ല. ഡ്രൈവർക്കാണ് കുറച്ച് പരിക്ക് കണ്ടത്. എന്നാലും അത് വലിയ ഗുരുതരമല്ല. ടാങ്കറിന്റെ അതേപോലെ തന്നെ ഡ്രൈവറും അതിലുള്ള ഡ്രൈവറാണെന്ന് അറിയില്ല, ഒരാൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രാവലറിലുള്ളവർ പറഞ്ഞത് ഇത് തട്ടിയപ്പോൾ അയാൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് തൊട്ടപ്പുറത്തേക്ക് ചാടി എന്നാണ് പറഞ്ഞത് ഡ്രൈവർ. അപ്പോൾ ആൾ മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ. അത് പിന്നീട് പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് കൊണ്ടുവന്ന് കണ്ടു. കുറച്ചൊരു പ്രായമുള്ള ഒരാളാണ്, മദ്യപാനമാണ് എന്നാണ് ട്രാവലറുള്ളവർ പറഞ്ഞത്. നമുക്ക് എന്താണെന്നുള്ള അല്ല വിശ്വസിക്കും. ഇവിടെ പതിവായിട്ട് ഇങ്ങനെ ഒരു അപകടം കണ്ടത് അയാള് ശരി അർജുൻ കല്യാട്, എന്തായാലും ഉച്ചയോടുകൂടി മാത്രമേ ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്ന സ്ഥലത്ത് പഴയങ്ങാടി വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. 3 വാഹനങ്ങളിൽ ഇടിച്ചാണ് ഈ ടാങ്കർ മറിഞ്ഞു നിന്നത്. അതിൽ ഒരു കാറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടു. ഒരു ക്രെറ്റോ കാറാണെന്ന് തോന്നുന്നു. ആ കാറ് തലമുടി താഴേക്കാണ് രക്ഷപ്പെട്ടത്. ആ ബുള്ളറ്റെങ്ങാനും അതിൻ്റെ മുകളിൽ വന്ന് വീണെങ്കിൽ അതിനുള്ളിൽ ഉണ്ടായിരുന്നവരുടെ അവസ്ഥ വളരെ മോശമാകുമായിരുന്നു. എങ്കിലും 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ നൽകി അവരിപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.